ഇടപെടൽ. KEN. എന്റെ പക്കൽ ശാപങ്ങളില്ല, അനുഗ്രഹങ്ങളേയുള്ളൂ. പ്രേമവീര്യം തെളിയിക്കാൻ പ്രേമലേഖനം എന്ന പ്രശസ്തമായ ബഷീർ കൃതിയിലെ സാറാമ്മ കേശവൻ നായരോട് ആവശ്യപ്പെട്ടത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനല്ല, സൗഗന്ധിക പുഷ്പം കൊണ്ടുവരാനുമല്ല, ചുമ്മാ ഒന്ന് തലകുത്തി നിൽക്കാനാണ്. യോഗ ശാസ്ത്രം ആസനരാജനായി കരുതുന്ന ശീർഷാസനത്തിന്റെ മർമ്മമാണ് ഒരു മികച്ച ഫോർവേഡ് കളിക്കാരിയെപ്പോലെ ഒരൊറ്റ കീഴാള കിക്കിലൂടെ സാറാമ്മ അടിച്ചുതെറിപ്പിച്ചത്. ഒപ്പം ചോക്ലേറ്റ് പ്രണയത്തിന്റെ പൊണ്ണുപത്രാസും ഇതുപോലുള്ള എത്രയെത്രയോ സൂപ്പർ കിക്കുകൾ കൊണ്ട് സമൃദ്ധമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന തോട്ടാന്റെ ചിന്തകന്റെ ആവിഷ്കാരലോകം. മലയാളത്തിൽ അതിശയോക്തികൾ ആരുടെ മുന്നിലെങ്കിലും വിനയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാം, അത് വൈക്കം മുഹമ്മദ് ബഷീറിനു മുന്നിലാണ്. ന്യൂനോക്തികളുടെ ആശാനായ ബഷീറിനു മുന്നിൽ അതിശയോക്തികൾ അനുഭവിച്ചത് ഒരു ഫ്രെയിമിലും കൊള്ളാത്ത അശാന്തിയാണ്. എത്ര കൂട്ടിപ്പറഞ്ഞാലും ആ പറച്ചിലുകൾക്കൊന്നും സ്പർശിക്കാനാവാത്ത ഒരൗന്നത്യം ബഷീർ കൃതികളിലേക്ക് എവിടെ നിന്നൊക്കെയോ വായനയിൽ വന്നു നിറയും. കാലവയിലേറെ കൊണ്ടിട്ടും ഒരു മാവിനെ തേന്മാവാക്കിയ ആ ഒരു ഗ്ലാസ് വെള്ളം ഇനിയും വറ്റിയിട്ടില്ല. ഓരോ മനുഷ്യനും മനുഷ്യനാകുന്നത് കാരുണ്യത്തിന്റെ കടൽ ഉള്ളിൽ ഇരമ്പി വറിയുമ്പോഴാണെന്ന ഒരു മനുഷ്യൻ എന്ന കഥയിലെ ഇതിവൃത്തത്തിന് ഇപ്പോഴും ഒരു ഇടിച്ചിലും സംഭവിച്ചിട്ടില്ല. അതിലൊരിടത്തും വിഭ്രമിപ്പിക്കുന്ന പുതുമകളില്ല, അവ്യാഖ്യേയമായ ദുരൂഹതകളില്ല, സംഭ്രമിപ്പിക്കുന്ന സന്ദർഭങ്ങളില്ല, ഒരമ്പട ഞാനുമില്ല, മധുര മനോജ്ഞ മഹോന്നത മാനസികാവസ്ഥ ഒഴിച്ച് മറ്റൊന്നുമില്ല ഒരു മനുഷ്യൻ എന്ന കഥയിൽ. മലയാളത്തിൽ ഏറെ വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന കഥയ്ക്കപ്പുറം വളർന്ന ലളിത സുന്ദര സാന്ദ്ര ചെറുപ്പം കൊണ്ട് ഇന്നും വലുതായിക്കൊണ്ടിരിക്കുന്നു. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ സമീപം മാലാഖയെപ്പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പോക്കറ്റടിക്കാരന് മുന്നിൽ നിഷ്പ്രഭമാകുന്നത് നിത്യേനയെന്നോണം വാർപ്പുമാതൃകകളെ വേവിക്കാതെ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന മേൽക്കോയ്മ കാഴ്ചപ്പാടുകളാണ്. OV വിജയൻ സാക്ഷ്യപ്പെടുത്തിയ ആ അശ്ലീല ബ്രാഹ്മണ്യം. തെറ്റിനെപ്പോലും ശരിയുടെ പോഷണത്തിനുള്ള തീറ്റയാക്കി മാറ്റുന്ന മാസ്മരികതയിൽ വെച്ചാണ് ഒരു മനുഷ്യൻ പോലുള്ള ബഷീർ കഥകളുണ്ടാവുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാൻ നോക്കും നേരം പൾസ് കാണാതായ മനുഷ്യന് നഷ്ടമായത് കുറച്ചു പണമാണെങ്കിൽ അതിന്റെ പേരിൽ ആ നിസ്സഹായനായ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചുനിന്ന ആ മനുഷ്യനോട് ഒരിറ്റ് ദയ കാണിക്കാതെ ക്രൂരമായി പെരുമാറിയ ഹോട്ടൽ ഉടമയ്ക്ക് നഷ്ടമായത് അപ്പോഴെങ്കിലും മുഴുവൻ മനുഷ്യത്വവുമാണ്. പണം വരും പോകും, എന്നാൽ മനുഷ്യത്വം വരാൻ അല്ലാതെ പോകാൻ പാടില്ലെന്ന തത്വമാണ് ബഷീർ ആവിഷ്കരിക്കുന്നത്. ആപദ്ഘട്ടത്തിൽ സഹായിയായി മാറുന്ന പോക്കറ്റടിക്കാരനാവട്ടെ തന്നിലെ ചെറിയ മനുഷ്യനെ താൽക്കാലികമെങ്കിലും കീഴ്പ്പെടുത്തി വലിയ മനുഷ്യനായി വിസ്തൃതപ്പെടുകയുമാണ്. അതോടെ ഒരു മനുഷ്യൻ എന്ന കഥയിലെ ദയ എന്ന വാക്കു പകരുന്നത് ഏതിരുണ്ട തുരങ്കങ്ങൾക്കും അപ്പുറത്ത് വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയാണ്. പതനങ്ങൾക്കിടയിലെ ഉത്ഥാനമാണ്, ലാഭനഷ്ടങ്ങൾക്കപ്പുറത്തെ മൂല്യനിർവൃതിയാണ്. മരണത്തിലും മധുരിക്കുന്ന മാമ്പഴമാണ്, ചിരിയെയും ചിരിപ്പിക്കുന്ന നർമ്മസമൃദ്ധിയാണ് ബഷീർ കൃതികളെ വ്യത്യസ്തമാക്കുന്നത്. കൂട്ടിക്കിഴിക്കലിൽ ഒതുങ്ങാത്ത, ശരാശരികൾക്കൊന്നും സ്പർശിക്കാനാവാത്ത, ഓരോ കാലത്തും പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വമെന്ന മഹാശരിയാണ് ബഷീർ എഴുത്തിൽ വൈദ്യുതി സൃഷ്ടിക്കുന്നത്. എത്ര പറഞ്ഞാലും എഴുതിയാലും പിന്നെയും ബാക്കിയാവുന്ന, നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് മറ്റെല്ലാ പ്രതിഭാശാലികളെപ്പോലെയും ബഷീറിനെയും ഉന്മത്തമാക്കുന്നത്. അന്വേഷണങ്ങളിലേക്ക് അനന്തത ഇറങ്ങിവരുമ്പോഴാണ് എഴുത്ത് അത്യുന്നതങ്ങളിലേക്കുള്ള കോണിപ്പടികൾ കയറുന്നത്. നിരന്തരം അനന്തതയെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ച, അതുകൊണ്ടുതന്നെ അമ്പട ഞാനിനെ അടിച്ചു തകർത്ത ജാതി മേൽക്കോയ്മയെയും മതസങ്കുചിതത്വത്തെയും മറിച്ചിട്ട പ്രക്ഷോഭത്തിന്റെ പാഠപുസ്തകം എന്ന അർത്ഥത്തിലാണ് ബഷീർ വായന ഇന്നും പ്രസക്തമാവുന്നത്. രോമമതം എന്നൊരൊറ്റ പ്രയോഗം മാത്രം മറക്കാതിരുന്നാൽ മതി ആ പ്രക്ഷോഭം മറിച്ചിടലിന്റെ ചിരമഹത്വം മനസ്സിലാക്കാൻ. ഇതുവരെ ഭൂമിയിലുണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും രോമത്തിനു വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറേ രോമം വടിച്ചുകളഞ്ഞ്, കുറേ രോമം അവിടെ നിർത്തി, കുറേ ഇവിടെ നിർത്തി, ചിലത് തീരെ വടിച്ചുകളഞ്ഞ്, ചിലത് മുഴുവൻ നിർത്തി, ഇങ്ങനെ പോകുന്നു രോമമതങ്ങൾ. ഇപ്പോൾ രോമമതങ്ങളുടെ പിടിയിൽ നിന്നും മനുഷ്യസമൂഹം മുക്തമായി വരുന്നുണ്ട്.
വെട്ടിയിട്ടാൽ ഒരു ഇളം കാട്ടിൽ പറന്നുപോകുന്ന ഒരു മുടിയിഴയ്ക്ക് അഥവാ വിശുദ്ധ രോമത്തിനു മുമ്പ് എവിടെയും കോലാഹലമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ് ആ പ്രവണത ഇപ്പോൾ കുറെയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് ബഷീർ പറയുന്നത്. ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ ഓർമ്മിപ്പിക്കും വിധമുള്ളൊരു ഹെയർഫ്ലൈ ഇഫക്റ്റ്. ബ്രസീലിൽ ഒരു ചെറിയ ചിത്രശലഭം ചിറകിളക്കിയാൽ അകലെയുള്ള അമേരിക്കയിൽ അതൊരു കൊടുങ്കാറ്റ് തന്നെ കെട്ടഴിച്ചു വിട്ടേക്കാമെന്നാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റിനെക്കുറിച്ച് എഡ്വേർഡ് ലോറൻസ് മുൻപ് മുന്നറിയിപ്പ് നൽകിയതെങ്കിൽ, രോമമുണ്ടാക്കാൻ പോകുന്ന പ്രകമ്പനങ്ങളെക്കുറിച്ചാണ് ഹെയർഫ്ലൈ ഇഫക്റ്റ് എന്ന രോമപ്രകമ്പനത്തിൽ ബഷീർ താക്കീത് നൽകുന്നത്. സർവർക്കും വരട്ടുചൊറി വന്നാൽ അതോടെ യുദ്ധം ക്ലോസ് ആവും. അതൊരു ബഷീർ സൂക്തമാണ്. അങ്ങനെയെങ്കിൽ ആൺപെൺ ട്രാൻസ്ഭേദമെന്നേ സർവരും മൊട്ടകളായാൽ അതോടെ തീരും മുടികലാപങ്ങൾ. 1980കളിലാണ് ഞാൻ ആദ്യമായി പതുക്കെ ബഷീർ കൃതികൾ വായിച്ചു തുടങ്ങുന്നത്. വല്ലാത്തൊരെഴുത്ത് എന്നൊരു വിസ്മയപ്പെടലിൽ അന്ന് ചെന്ന് വീണതാണ്. ഇന്നും എഴുന്നേറ്റിട്ടില്ല. ബഹിഷ്കൃതരുടെയും ഭ്രാഷ്ടരുടെയും ഒരു സമാന്തര ലോകം കണ്ട് അന്നു പകച്ചുപോയി. ഇന്നും ആ പകപ്പ് മാറിയിട്ടില്ല. ആ മണ്ടൻ മൊത്തപ്പയും ശിങ്കിടിമുങ്കനും ആനവാരി രാമൻ നായരും കൂടിച്ചേരുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന വെളിവുണ്ടാവാൻ പിന്നെയും കാലം കുറെ കഴിയേണ്ടി വന്നു. ഇത്രയോ അടുക്കുമ്പോഴും അപ്രാപ്യമായൊരവസ്ഥയിൽ സാധാരണം അസാധാരണം എന്ന വിഭജനം അതിൽ മറിയുന്ന നടുക്കത്തിൽ, തടവറകൾക്കുള്ളിലും സ്വാതന്ത്ര്യത്തിന്റെ പൂക്കൾ വിടരുമെന്ന പുളകത്തിൽ, ഒരു കോഴിമുട്ടിക്കും പ്രണയകോരിത്തരിപ്പാവാൻ കഴിയുമെന്ന നാട്ടറിവിൽ പലപ്പോഴും ഒന്ന് നിവലാനിടം കിട്ടാതെ നട്ടം തിരിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് 1982 തായാട്ട് ശങ്കരൻ മാഷ് ദേശാഭിമാനി വാരികയുടെ എഡിറ്ററായി വരുന്നത്. അത്ര പരിചയമൊന്നുമില്ലാതിരുന്നിട്ടും ദേശാഭിമാനി വാരികയ്ക്കു വേണ്ടി പ്രബന്ധമെഴുതാൻ മാഷ് ആവശ്യപ്പെട്ടു. ഞാൻ തുള്ളിച്ചാടി പോവുകയും അതേസമയം അത്യധികം സംഘർഷപ്പെട്ടു പോവുകയും ചെയ്തൊരു സന്ദർഭമായിരുന്നു അത്. എനിക്കൊന്നൊന്നും പറ്റുകയില്ല എന്ന് ഞാൻ, പറ്റുമെന്ന് മാഷും. വിഷയവും മാഷ് തന്നെ നിർദ്ദേശിച്ചു. PC-യും ബഷീറും. ഏതിരുട്ടിലും വെളിച്ചം കണ്ടെത്തിയ, കൊടിയ തിന്മകളെപ്പോലും നന്മകളായി തിരുത്തിയെഴുതിയ, വെളിച്ചത്തിനെന്തൊരു വെളിച്ചമെന്ന് വിസ്മയപ്പെട്ട മനുഷ്യർ എത്ര അസുന്ദരമായ അവസ്ഥയിലും സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടാണെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യത്വത്തിന്റെ കാവലാളുകളായ ആ മഹാപ്രതിഭകളെ താരതമ്യപ്പെടുത്തി എഴുതാനാണ് എഴുത്തുപരീക്ഷ പാസ്സാവാത്ത എന്നോട് സ്നേഹപൂർണ്ണം പ്രിയ തായാട്ടുമാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നൊന്നും ആലോചിക്കാതെ ഞാനൊരെഴുത്തെഴുതി. മാഷ് പറഞ്ഞ പോലെ PC-യും ബഷീറും എന്ന അതേ പേരിൽ. പക്ഷേ ആയിടയ്ക്കാണ് കലാകൗമുദി വാരികയിൽ ബഷീറിന്റെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നത്. അതിലൊരിടത്ത് താങ്കൾ പുതിയ എഴുത്തുകാരുടെ കഥകൾ വായിക്കാറുണ്ടോ എന്നൊരു ചോദ്യം കണ്ടു. വളരെ താൽപ്പര്യത്തോടെയാണ് ആ ഭാഗം വായിച്ചത്. സത്യം പറയാമല്ലോ, സ്തംഭിച്ചുപോയി. ആ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ബഷീർ പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ്. ഞാൻ അമേധ്യം ഭക്ഷിക്കാറില്ല എന്ന ആ പ്രതികരണം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. സത്യത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും കൂടുതൽ അന്വേഷിക്കാതെ അച്ചടിച്ചു വന്നത് തന്നെ സത്യമെന്ന് കരുതി സാമാന്യം എന്നെക്കൊണ്ടാവും വിധം രൂക്ഷമായ ഭാഷയിൽ ബഷീറിനെ, അദ്ദേഹത്തിന്റെ ആ പരമബോറിൻ അമേധ്യ പ്രതികരണത്തെ കടന്നാക്രമിച്ചു. എന്റെ പ്രബന്ധം അച്ചടിച്ചു വന്ന പിറ്റേ ആഴ്ച തന്നെ ദേശാഭിമാനി വാരികയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അത്ര ചെറുതല്ലാത്തൊരു കത്ത് വായനക്കാരുടെ പങ്കുതിയിൽ അച്ചടിച്ചു വന്നു. അതിന്റെ തലക്കെട്ട് അന്നെന്ന പോലെ ഇന്നും, അതായത് 40 പതിറ്റാണ്ടിന് ശേഷവും എന്ത് അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴും ചുരുങ്ങിയത് 2 വട്ടമെങ്കിലും ആലോചിക്കേണ്ടതുണ്ടെന്ന് അമർത്തി ഓർമ്മിപ്പിക്കുന്നു. എന്റെ പക്കൽ ശാപങ്ങളില്ല, അനുഗ്രഹമേ ഉള്ളൂ എന്നൊരൊറ്റ ബഷീർ വാക്യം എന്റെ മുന്നിൽ തുറന്നിട്ടത് വിനയത്തിന്റെ വാതിലുകളാണ്. ബഷീർ സമ്പൂർണ്ണകൃതികൾ 2ാം വാല്യത്തിൽ 2ഇടത്തായി ഈ ഒരു കത്ത് ഇടം പിടിച്ചതോടെ അതൊരു ചരിത്രരേഖയായി മാറി. നേരും നുണയിലും യാ ഇലാഹിലും ഒരേ സമയം ആ കത്തുവന്നത് യാദൃശ്ചികമാവാമെങ്കിലും എഴുതിത്തുടങ്ങിയ അന്നെന്ന പോലെ ഇന്നും അതെനിക്ക് പകർന്നു തന്നത് വികാര വഴിവിട്ട് വിവേക വഴിയിൽ സഞ്ചരിക്കാനുള്ള ഊർജമാണ്. അനുസ്മരണം ആവശ്യപ്പെടുന്നത് കാലത്തിന് അഭിമുഖമാകാനുള്ള കരുത്താണ്. വസ്തുനിഷ്ഠാവസ്ഥകളെ അവഗണിക്കാതെ അത് ആത്മനിഷ്ഠതയിലേക്കുള്ള ആഴ്ന്നിറക്കമാണ്. കാലമഴ ഏറെ കൊണ്ടിട്ടും ഒലിച്ചുപോകാത്ത, കനൽ എത്ര എരിഞ്ഞിട്ടും കത്തിത്തീരാത്ത അനുഭവങ്ങളിൽ ആഹ്ലാദം കൊള്ളലാണ്. പരിമിതികൾക്കെതിരെയുള്ള സമരത്തിനും സാധ്യതകൾക്കുള്ള സ്വാഗതത്തിനും സന്ദർഭം സൃഷ്ടിക്കലാണ്. ആവർത്തനം എത്രമേൽ വിരസമാകുമ്പോഴും ചില സമയങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് അതും വീര്യം പകരും. എന്നെ സംബന്ധിച്ചിടത്തോളം വിനീത ചരിത്രകാരൻ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ വൈക്കം ബഷീറിന്റെ എന്നെക്കുറിച്ചുള്ള ആ കത്തിനെ സ്മരിക്കുന്നത് എനിക്ക് നൽകുന്നത് ശക്തിയാണ്, ആവർത്തനമല്ല, ആവേശമാണ്. പ്രിയപ്പെട്ട പത്രാധിപർ, PC-യും ബഷീറും എന്നൊരു ലേഖനം വായിച്ചതിൻ്റെയായി. താങ്കളുടെ ദേശാഭിമാനി വാരികയിലാണ്. ലക്കം 24, പുസ്തകം 13. എഴുതിയിരിക്കുന്നത് KEN കുഞ്ഞഹമ്മദ്.
ആ ലേഖനം വളരെ നന്നായി. അദ്ദേഹം ബുദ്ധിമുട്ടി ശരിക്കും പഠിച്ചു തന്നെ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ലേശം പിശകു വന്നതായി കാണുന്നു. കരുതിക്കൂട്ടി വരുത്തിയതല്ല, തെറ്റായ ധാരണയിൽ നിന്ന് വന്നതാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ പുതിയ കഥ എഴുത്തുകാരെപ്പറ്റി ഞാൻ പറഞ്ഞതായി പറയുന്നൊരു ഭാഗത്തെപ്പറ്റിയാണ്. അമേധ്യഭാഗം, വലയത്തിലുള്ളത് കൂട്ടിച്ചേർത്തത്. കുഞ്ഞഹമ്മദിന് ആ ഭാഗം എവിടെ നിന്ന് കിട്ടിയെന്നെനിക്കറിയാം. ഒരു വാരികയിൽ എന്നെപ്പറ്റി വന്ന വലിയ ലേഖനത്തിലെ ഒരു ഭാഗമാണത്. അത് കണ്ട ഉടനെ ആ ലേഖനകർത്താവിന് ഞാൻ എഴുതുകയുണ്ടായി, താങ്കൾ ആ ലേഖനം വല്ല പുസ്തകത്തിലും ചേർക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ പുതിയ കഥ എഴുത്തുകാരെപ്പറ്റി പറഞ്ഞതായി കാണുന്ന ആ ഭാഗം വെട്ടിക്കളഞ്ഞ് ബാക്കി ചേർക്കാൻ അപേക്ഷ. അതുതന്നെയാണ് കുഞ്ഞഹമ്മദിലോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എന്റെ തീപിടിച്ച ആത്മാവുകൾക്കൊരാമുഖം എന്ന പുസ്തകത്തിൽ പ്രിയ ബഷീർ ആവശ്യപ്പെട്ട വിധം പ്രസ്തുത ഭാഗം ഒഴിവാക്കിയാണ് പ്രബന്ധം ഉൾപ്പെടുത്തിയത്. നൊബേൽ സമ്മാനത്തിനു പോലും ഇന്ത്യയിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടാവുന്ന വിധം ഉന്നതസ്ഥാനീയനായ ഒരു പ്രതിഭാശാലിയാണ് കാര്യം കൃത്യം മനസ്സിലാക്കാതെ രോഷപ്പെട്ട രണ്ടു വികാര അവിവേകികളുടെ വളരെ എളുപ്പത്തിൽ അമർത്തിപ്പൊടിച്ച് അദ്ദേഹത്തിന് ഊതിപ്പറത്താവുന്ന പ്രതികരണങ്ങളോട് ഇவ்விധം സ്നേഹമസൃണമായി പെരുമാറിയതെന്നുള്ളത് ഇന്നത്തെ വികാരഭീകര പ്രതികരണ പ്രവാഹ പശ്ചാത്തലത്തിൽ ഒരു തവണയല്ല പലതവണ എടുത്തു പറയേണ്ടതുണ്ട്. വിചാരധീരതയുടെ ജീവൽസ്പർശം കൊണ്ട് ജ്വലിക്കുന്ന ഒരു വാക്കുപോലും നമ്മുടെ അനാസ്ഥ കൊണ്ട് വെറുതെയായി പോവരുത്. ഞാൻ എന്ന അഹങ്കരിച്ച ആ രാജാക്കന്മാരും സുൽത്താൻമാരും ഇന്നെവിടെ എന്ന അധികാരവിരുദ്ധ ചോദ്യത്തിലെ ധീരവിനയമാണ്. നിർമ്മിക്കുമ്പോഴും അപനിർമ്മിക്കാൻ കൂടിയുള്ള സൂക്ഷ്മസന്നദ്ധതയാണ് ഈയൊരു കത്തിന് പതിവു കത്തുകൾക്കപ്പുറമുള്ള കരുത്തു പകരുന്നത്. തങ്ങൾക്ക് അഹിതമായ ഒരു വാക്കുകേട്ടാൽ വിരണ്ടുപോകുന്ന വിമർശകരെ വംശീയമായി പോലും അധിക്ഷേപിക്കാനാവും വിധം ആ സന്ദർഭത്തിലെങ്കിലും അധപതിക്കുന്നവർക്കിടയിൽ നിന്ന് മലയാളി സമൂഹം എന്റെ പക്കൽ ശാപമില്ല അനുഗ്രഹമേയുള്ളൂ എന്ന ഈയൊരു കത്ത് ഒരു തവണയല്ല പല തവണ വായിക്കണം. എന്റെ പേര് അതിലില്ലായിരുന്നുവെങ്കിൽ അത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നുകൂടി ഞാൻ പറഞ്ഞു പോവുമായിരുന്നു. സത്യത്തിൽ ഈയൊരു കത്ത് ബഷീറുമായി അഭിമുഖം നടത്തിയ യുവപ്രതിഭയെയും അത് സ്വന്തം പ്രബന്ധത്തിൽ എടുത്തുചേർത്ത എന്നെയും മാത്രം ഉൾക്കൊള്ളുന്നതല്ല. സത്യത്തിൽ ആ കത്ത് വിഷത്തിൽ നിന്ന് അമൃതുണ്ടാക്കിയ മലയാളത്തിന്റെ മഹാപ്രതിഭ ഭാവിക്കു മുന്നിൽ സമർപ്പിച്ച സ്നേഹസാന്ദ്രമായൊരു അഭിവാദ്യമാണ്. പുതിയ തലമുറ ധീരമായി വരുന്നുണ്ട്. ഇവർ സംഗ്രാമഗീതങ്ങളൊക്കെ മുഴക്കി കൊടുങ്കാറ്റുപോലെ ആർത്തിരമ്പിത്തന്നെ മുന്നോട്ടു പോകും. ആരോഗ്യമുള്ള ശക്തരായ പുതിയ തലമുറ, ഇവരെയൊക്കെ ഞാൻ ശപിക്കുമോ? എന്റെ പക്കൽ ശാപമില്ല, അനുഗ്രഹമേയുള്ളൂ. ഞാൻ അനുഗ്രഹിക്കുന്നു. എഴുതുക, പഠിച്ചു ചിന്തിച്ച് മാനുഷനന്മയെ മുൻനിർത്തി ധീരതയോടെ എഴുതുക. വിജയം നേരുന്നു. മംഗളം. കത്തിലെ താക്കോൽ വാക്യങ്ങളിൽ ഒന്നൊഴിയാതെ എല്ലാ ബഷീർ കൃതികളിലും കാണുന്ന മാനുഷനന്മയെ മുൻനിർത്തി ധീരതയോടെ എഴുതുക എന്ന എന്നും ഉള്ളം ഉർവരമാക്കുന്ന കാഴ്ചപ്പാടാണ്. ചെറിയോർ പറയുന്നതും ചെവിയിൽ കേറണം എന്നു പറയാൻ എളുപ്പമാണെങ്കിലും അതു പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. പ്രയാസകരമായ ആ ദൗത്യമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാപ്രതിഭ എത്രയോ എളുപ്പത്തിൽ നിർവഹിച്ചത്. അതെ, എന്റെ പക്കൽ ശാപങ്ങളില്ല, അനുഗ്രഹങ്ങളേയുള്ളൂ എന്ന ആശയം തന്നെയാണ് എത്ര ജീർണലോകങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും ബഷീർ കൃതികളിലും പല പ്രകാരേണ ആവർത്തിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ എന്ന ഹ്രസ്വവും ശ്രദ്ധേയവുമായ പ്രസ്തുത കഥ ബഷീർ എഴുതിയത് 7 പതിറ്റാണ്ടിനു മുമ്പാണ്. അതിദാരിദ്ര്യർ പോലും ഇല്ലാതാവാൻ പോകുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം അത് വായിക്കുന്നത്. വിശപ്പും നീതിയും ജീവിതത്തിലെ നാടകീയതയും ഒരുക്കുന്ന ഒരു ത്രിത്വത്തിന് അകത്തും പുറത്തുമായാണ് ഒരു മനുഷ്യൻ സർവ്വമനുഷ്യരുടെയും മാറ്റിവെക്കാനാവാത്ത ജീവിതത്തിന്റെ എന്നുമെന്നും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട ഒരു മാനിഫെസ്റ്റോ ആയി മാറുന്നത്. ക്രൂരതയ്ക്കു പേരുകേട്ട നഗരം, തിരക്കേറിയ ഹോട്ടൽ, നഷ്ടപ്പെട്ട പേഴ്സ്, ഹോട്ടലുടമയുടെയും സഹഭക്ഷകരുടെയും തുണ്ടം തുണ്ടമാക്കി തകർക്കുന്ന പരിഹാസം, അങ്ങേയറ്റത്തെ അവമാനം, അപ്പോൾ ഒരത്ഭുതം പോലെ പ്രത്യക്ഷപ്പെട്ട് അവമാനത്തിൽ നിന്നും ഹോട്ടലുടമയ്ക്ക് പണം നൽകി രക്ഷിക്കുന്ന ഒരപരിചിതൻ, അയാൾക്കൊപ്പമുള്ള നടത്തം, വിജനതയിൽ വെച്ച് അയാൾ നഷ്ടപ്പെട്ട പേഴ്സ് നൽകുന്നത്, പേരു പറയാൻ ഇഷ്ടപ്പെടാത്ത അപരിചിതനായ ആ പോക്കറ്റടിക്കാരന്റെ ഔന്നിത്യം,
ദൈവം സർവരെയും രക്ഷിക്കട്ടെ എന്ന മംഗളാശംസ, ഇത്രയുമാണ് ഒരു മനുഷ്യൻ എന്ന കഥയിൽ കടന്നുവരുന്നത്. എന്നാൽ ദാരിദ്ര്യം നിമിത്തം ചിലവ് കുറയ്ക്കാൻ അധികം സമയവും ഉറങ്ങുന്ന ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് ഒരു മനുഷ്യൻ എന്ന കഥയിൽ ബഷീർ ഉൽപ്പാദിപ്പിച്ചത് ഉണർവിന്റെ ഉള്ളം കഴുതി വെടിപ്പാക്കുന്ന ആർദ്രതയുടെ ഊർജമാണ്. ഉണർവ്, ഉറക്കം, തിരക്ക്, വിജനത, നീതി, അനീതി, കേന്ദ്രം, പ്രാന്തം, പേരുള്ളവർ, പേരില്ലാത്തവർ തുടങ്ങിയ ബൈനറികൾ അഥവാ ദ്വിത്വങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞത് സ്നേഹസാന്ദ്രമായ ഒരു സർവരെയും സമനിലയിൽ സ്വാഗതം ചെയ്യുന്ന ഒരാശംസയിലാണ്. അങ്ങനെ വിജനമായൊരു സ്ഥലത്ത് വെച്ച് നഷ്ടപ്പെട്ട പേഴ്സ് തിരഞ്ഞെടുത്ത് തരിച്ചു നിന്നപ്പോൾ ആ പോക്കറ്റടിക്കാരൻ പറഞ്ഞു, "പോവൂ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ." ഞാൻ പറഞ്ഞു, "ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ." ഒരിക്കൽ കൂടി ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ പക്കൽ ശാപങ്ങളില്ല, അനുഗ്രഹങ്ങളേയുള്ളൂ എന്ന ആ സ്നേഹസാന്ദ്രമായ വാക്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ശരിക്കും നൊബേൽ പ്രതിഭ സോൾബെല്ലോ സാക്ഷ്യത്തിയ റൈറ്റർ ഹൂ ബൗൾഡ് ഓവർ നൊബേൽ ലോറിയേറ്റെന്ന്. ബഷീർ സാഹിത്യവും ബഷീറും അനവധി കാലം നിലനിൽക്കും. അതിനെ തുരങ്കം വയ്ക്കാൻ മോഹിക്കുന്ന നമ്മുടെ അശ്ലീല ബ്രാഹ്മണ്യം വിജയിച്ചില്ലെങ്കിൽ പക്ഷേ ബഷീറിന് സന്തതികൾ അസാധ്യമാണ്. ജീനിയസിന്റെ ശാപം, OV വിജയൻ. പകരം വയ്ക്കാൻ പ്രയാസമുള്ള എന്നാൽ കോളിളക്കമുണ്ടാക്കാൻ മാത്രം കരുത്തുള്ള, കുഴിച്ചിറങ്ങും വിധം കുതറും കരുത്തുണ്ട് OV വിജയന്റെ ആ അശ്ലീല ബ്രാഹ്മണ്യം വിജയിച്ചില്ലെങ്കിൽ എന്ന ആ കൊച്ചുവാക്യത്തിന് ഭാഷയിലെ ഒരു ചിത്രശലഭ പ്രകമ്പനം.